വിശദമായി നോക്കാം. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ബില്ല് വന്നാൽ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കി. दोनों सदन लोकसभा राज्यसभा मिलाकर के ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. അതേസമയം ബിൽ മതസ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ലെന്നും വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ച കിരൺ റിജിജു പറഞ്ഞു. അതേസമയം വലിയ പ്രതിഷേധവും പ്രതിപക്ഷം ഉയർത്തി. ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. This type of bill, when you are bringing it to the house, at least the members has to have the power to give amendments. Yesterday what happened, sir? This bill has been brought into the notice of member only afternoon, around afternoon. Then the amendment time will be ceased till 3:30. Then how can the members move amendments, sir? This is basically you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendment, sir. എന്നാൽ ജെപിസിയുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകി. मैं इसके हार्द को सदन के सामने रखना चाहता हूं. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया, जिसका विपक्ष का भी बड़ा आग्रह था. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो जो मत प्रकट हुआ, वो मत फिर से कैबिनेट के सामने गया. അതേസമയം വഖഫ് ബില്ലിൽ യഥാർത്ഥ ചർച്ച നടന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സ്വത്തായി അവകാശവാദം ഉന്നയിക്കുമായിരുന്നുവെന്നും കിരൺ റിജിജു വിമർശിച്ചു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, 8 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചർച്ചയാണ്, അത് തുടരുകയാണ്. ബിൽ അവതരിപ്പിക്കപ്പെടുന്നു. വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തുമുയരുന്ന സാഹചര്യം. എങ്ങനെയാണ് സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? ആര്യ, പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കിടെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആണ് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. കേന്ദ്രം ബില്ല് അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. ബില്ല് അംഗങ്ങൾക്ക് നേരത്തെ നൽകിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറയുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. ഒപ്പം DMK ആണ് പ്രധാനപ്പെട്ട ഘടകകക്ഷി. UPയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി DMK ബന്ധപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി കനിമൊഴി MP ആണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ കൈവിടില്ല, ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നു എന്ന് കനിമൊഴി പറയുകയുണ്ടായി. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കിരൺ റിജിജു ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. അതായത് അതിൽ പ്രധാനം ഈ വഖഫ് ബില്ല് നിയമമാകുന്നതോടുകൂടി മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് കിരൺ റിജിജു പറയുകയുണ്ടായി. വഖഫ് ബില്ലിനെ മുസ്ലിം ക്ഷേമത്തിനായി ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് JDUവും ഒപ്പം TDPയും വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ശ്രദ്ധേയമായി. നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബിൽ വന്നാൽ മുൻപം പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. 600-ലധികം പേരുടെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ വഖഫ് ബോർഡ് എന്ന വളരെ പ്രധാനപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. ഒപ്പം പാർലമെന്റ് ഭൂമി പോലും വഖഫ് ഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരത്തിന് ഈ ബിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ നേരത്തെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും, നിയമപരമായി നേരിടും എന്ന് ലീഗ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. വഖഫ് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണെന്നും
മികച്ച നിയമമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടു വായിക്കണം. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ ചർച്ചയാണ്. ഒരുപക്ഷെ ചർച്ച മുന്നോട്ട് നീണ്ടേക്കാം എന്നുള്ള സാഹചര്യം കൂടി ചേർത്ത് വെക്കണം. വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സഭയിൽ പുരോഗമിക്കുകയാണ്. ആര്യ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.